പല പാട്ടുകളും എടുക്കാം. നമ്മളിപ്പോൾ പല ഭാഷകളുണ്ടല്ലോ പാട്ടുകൾ. അപ്പോൾ ആ ഭാഷകൾ വരെ ഇപ്പോൾ എല്ലാവരും 3-ൽ ചെയ്യുന്നുണ്ട്. അത് തെറ്റെന്നൊന്നും ഞാൻ പറയില്ല. സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പാടി കേൾപ്പിച്ചില്ല, ഈ ഒരു സെറ്റ് വരണം അതിനകത്ത്. സ്പീഡ് മോഹിനിയാട്ടത്തിൻ്റെ ഭരതനാട്യത്തിന് ഞാൻ നേരത്തെ പാടിയ സ്പീഡ് പറ്റുമോ? ഭരതനാട്യത്തിന് താ താ ജം എന്ന് പറഞ്ഞിട്ട് കളിക്കേണ്ടി വരും. അതല്ല, തളം കുത്തക്കത്തി കുത്തക്കത്തി കിട്ടത്തും താ ത ജം തക്കിട്ട ജം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ സൂമസ ആ സ്പീഡ് വന്നാലല്ലേ അത് നന്നായിരിക്കുള്ളൂ. അതേപോലെ കുച്ചിപ്പുടിയിൽ അങ്ങനെ ചെയ്യാൻ വിരോധമൊന്നുമില്ല. പക്ഷെ മുദ്രകളും അത് ഇതൊക്കെ അവരുടേതായ രീതികൾ നമ്മൾ കൊണ്ടുവന്ന് കുറ്റി കയറ്റി റെഡിയാക്കണം. ചെയ്യുന്നത് തെറ്റില്ല, ചെയ്യാം. പിന്നെ കൂടുതലും നമുക്കിപ്പോൾ കൃഷ്ണൻ്റെ പാട്ടുകൾ, കുഞ്ഞു കുഞ്ഞു കൃഷ്ണൻ്റെ പാട്ടുകൾ കുട്ടി ചോദിച്ച ഏത് പാട്ട് കൃഷ്ണ നീ വേഗനഭാരം, അത് വേറെ മലയാളമല്ല അത്. ആ വരി മലയാളമല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെയ്യണോണ്ട് എന്താ തകരാറ്? സെറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം? മോഹിനിയാട്ടമാണെന്ന് തോന്നണം ആൾക്കാർക്ക്. മനസ്സിലായില്ലേ? മോഹിനിയാട്ടത്തിനെ കണ്ട വേഷം ഇട്ട് അല്ലെങ്കിൽ ഒരു വികൃത രൂപമായിട്ട് വന്നിരുന്ന് കളിക്കണമല്ല മോഹിനിയാട്ടം. പിന്നെ നവ്യ സ്റ്റേജിൽ, ഇപ്പോൾ നവ്യയ്ക്ക് വലിയ കുഴപ്പമില്ലാത്തൊരു ശരീരമൊക്കെയാണ്, ഡാൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ശരീരമൊക്കെയാണ്. പക്ഷേ സ്റ്റേജിൽ കളിക്കുന്ന ഏതൊരു കുട്ടി, ആണായാലും പെണ്ണായാലും, ശരീരം ശ്രദ്ധിക്കണം. വേണ്ടേ? കുറേ തിന്ന് വയറും ചാടി പുറവശമൊക്കെ വൃത്തികേടായിട്ട് ഒന്ന് സ്റ്റേജിൽ കളിച്ച ആൾക്കാരെ അംഗീകരിക്കില്ല. ഒരു ആർട്ടിസ്റ്റിന് ഒരു സെക്സ് ലുക്ക് വേണമെന്നേ ഞാൻ പറയുള്ളൂ. ഏത് ആംഗിളിൽ തിരിഞ്ഞാലും ഒരു ലുക്ക് വേണം. അതാണ് ആർട്ടിസ്റ്റ്. അത് ബാക്കായാലും കൊള്ളാം, സൈഡ് തിരിഞ്ഞാലും ഫ്രണ്ട് തിരിഞ്ഞാലും നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പല പല പോസുകൾ നിൽക്കുമ്പോഴൊക്കെ ഒരു ലുക്കുണ്ട് ഒരു ആർട്ടിസ്റ്റിന്. അതിന് വേണമെങ്കിൽ എന്ത് ചെയ്യണം? ശരീരം നിർബന്ധമായിട്ട് ശ്രദ്ധിച്ചിരിക്കണം. അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. 3 ആർട്ട് ഫോമിലും എന്തു വേണോ സെറ്റ് ചെയ്ത്. ഇപ്പോൾ പണ്ടൊന്നും കളിക്കില്ലായിരുന്നു ഇങ്ങനെയാണ്. ഇപ്പോൾ ചോദിച്ച ചോദ്യം ആപ്റ്റാണ്. കാര്യം എന്താ അറിയോ? ഒരു കാലത്ത് എല്ലാ പല മലയാളം അല്ലാത്ത വേറെ ഭാഷകളിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒന്നും എടുക്കില്ലായിരുന്നു. ഇന്നതല്ല. ഇപ്പോൾ ത്യാഗരാജസ്വാമിയുടെ ചില പാട്ടൊക്കെ ഭരതനാട്യത്തിൽ കളിക്കുന്നത് ഞാൻ കണ്ടു. കുച്ചിപ്പുടി ചെയ്തുകൊണ്ടിരുന്ന പാട്ടാണത്. മനസ്സിലായേ? അപ്പോൾ അത് ചെയ്യണോണ്ട് തകരാറില്ല. അല്ല. ഇനി ഒരു ലാസ്റ്റ് ചോദ്യമാണ്, അത് നൃത്തവുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ടീച്ചർ ഇപ്പം സോഷ്യൽ മീഡിയ നൃത്തമായിട്ട് ബന്ധപ്പെട്ടതല്ലേ? അല്ല, ടീച്ചറിന്റെ പേഴ്സണലി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ടീച്ചറിന് ഒരുപാട് ക്രിറ്റിസിസംസ് വരാറുണ്ട്, പരാമർശങ്ങൾ വരാറുണ്ട്. കുറെ ടീച്ചറിനെ സ്നേഹിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ടീച്ചറിന് നെഗറ്റീവായിട്ട് കമന്റ് ഇടുന്നവരും മോശമായിട്ട് പറയുന്ന ഒരു പ്രൊപ്പോർഷൻ ആൾക്കാരുണ്ട്. പക്ഷെ ടീച്ചറിനെ ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷെ ആൾക്കാരും ഉണ്ട്. ഈ മോശം പറയുന്ന ആൾക്കാരിൽ ടീച്ചറിനെ ചില വാക്കുകൾ പറയുമ്പോൾ നമ്മൾ മനുഷ്യന്മാരെന്നുള്ള രീതിയിൽ നമുക്ക് ചില വാക്കുകളും ചില സെന്റൻസ് ചിലവർ പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് ചിലവർക്ക് വിഷമം വരും, ചിലവർക്ക് ദേഷ്യം വരും. അപ്പോൾ ടീച്ചറിന് ഈ കിളവി എന്നൊക്കെ പറഞ്ഞിട്ട് ചില കമൻസ് ഒക്കെ കാണാറുണ്ട്, ചിലവരങ്ങനെ വിളിക്കും. അപ്പം അങ്ങനെയൊക്കെ ഉള്ളതിൽ നമ്മൾ മനുഷ്യനെന്നുള്ള രീതിയിൽ നമുക്ക് പല വികാരങ്ങളാണ്. ചിലവർക്ക് ദേഷ്യം വരും, ചിലവർക്ക് വിഷമം വരും. അപ്പോൾ ടീച്ചറിൻ്റെ റിയാക്ഷൻ എന്താണ്? ഇങ്ങനത്തെ ഒരു പോസിറ്റീവ് ആണെങ്കിലും ടീച്ചറിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോടും നെഗറ്റീവ് ആണെങ്കിലും എന്താണ് ടീച്ചറിന് പറയാനുള്ളത്? എന്താണ്? നവ്യ ഇപ്പോൾ കിളവിയാണോ? അല്ല. തള്ളയാണോ? അല്ലേ? അല്ല. ശരിയല്ലേ? അപ്പോൾ ഇതൊക്കെ ആയി ഞാൻ. പിന്നെ അവർ വിളിക്കട്ടെ, ശരിയല്ലേ? അപ്പോൾ തള്ള, കിളവി, ദുഃഖം, സുഖം, സന്തോഷം, പല പല വാക്കുകളുണ്ട്. എന്നും ദുഃഖം കേട്ടോ, എന്നും അവിടെ ഭയങ്കര സുഖമാണ്. ഒരു വീട്ടിലും എല്ലാ ദിവസവും സുഖമില്ല കേട്ടോ. ചട്ടിയും കലവും ഒക്കെ ആകുമ്പോൾ തട്ടിയും മുട്ടിയൊക്കെ ഇരിക്കും അല്ലേ? ഭാര്യയും ഭർത്താവുമായിട്ട് പ്രശ്നം വരും, ഭാര്യയും പിന്നെ അച്ഛനും മക്കളുമായിട്ട് പ്രശ്നം വരും. എല്ലാ വീടുകളിലും ഉള്ളതാണ്. അപ്പോൾ എല്ലായിടത്തും സുഖം മാത്രമാണോ? അല്ല. ഇത്രയും പ്രശ്നങ്ങൾ വന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്ത് നിന്നില്ലേ ഇത്രയും കാലം? ഒരൊറ്റ ആൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നോ? എൻ്റെ കുട്ടികൾ എന്നെ വിളിക്കാതിരുന്നത് അവർ ടീച്ചറിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് വിളിക്കാതിരുന്നതെന്ന് പലരും പറഞ്ഞു. പക്ഷെ പലരും എന്നെ വന്ന് കാണുമായിരുന്നു. ഞാൻ പിടിച്ചു നിന്നില്ലേ? എനിക്കിതൊന്നൊരു വിഷയമേ അല്ല.
എൻ്റെ നാളിൻ്റെ മൃഗം ആനയാണ്. ആന ഇടഞ്ഞാൽ ഒരു 1-1.5 ഇടച്ചിലായിരിക്കും. ശരിയല്ലേ? ഉത്സവത്തിന് ആന നെറ്റിപ്പട്ടമൊക്കെ കെട്ടി വെഞ്ചാമരമൊക്കെ പിടിച്ച് ഇങ്ങനെ അങ്ങ് എഴുന്നള്ളിച്ച് എല്ലാ തൃശ്ശൂർ പൂരം നടക്കണ നാട്ടിലുള്ള ആളാണ് ഞാൻ. തൃശ്ശൂർ പൂരമൊക്കെ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ള. ആ ആനയാണ് എൻ്റെ നാളിൻ്റെ മൃഗം. ആന, ഞാൻ നവ്യോടൊരു ക്വസ്റ്റ്യൻ ഇതിൻ്റെ ഇടയിൽ ചോദിക്കട്ടെ, ആന ഇടഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടാ തിരിയാ ആദ്യമേ? അത് ആനയ്ക്ക് മാത്രമേ